പട്ടാപ്പകൽ നടുറോഡിൽ നടന്ന ഒരു അരുംകൊലയുടെ ഞെട്ടലിലാണ് തലസ്ഥാന നിവാസികൾ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവാവിന്റെ ജീവനെടുത്തത് അയൽവാസികൾ തമ്മിലുള്ള വസ്തുതർക്കമാണ്. പാൽക്കുളങ്ങര സ്വദേശി വിശാഖാണ് കൊല്ലപ്പെട്ടത്. വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് വിശാഖിനെ വടിവാൾ ഉപയോഗിച്ച് വെട്ടിവീഴ്ത്തിയത് അയൽവാസിയായ പ്രദീപാണ്. കൊലപാതകം നടത്തിയ പ്രദീപ് റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളെന്നാണ് വിവരം. സംഭവത്തിൽ പ്രദീപടക്കം 4 പ്രതികളും മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും പോലീസിന്റെ പിടിയിലായി. അയൽവാസികളായ വിശാഖും പ്രദീപും തമ്മിൽ ഏറെക്കാലമായി തുടരുന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് പ്രദീപിനെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന വിശാഖ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. വഴിതർക്കത്തെ ചൊല്ലി ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മലയൻകീഴിലെ വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്ന വിശാഖ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാണ് പാൽക്കുളങ്ങരയിലെ സ്വന്തം വീട്ടിലെത്തിയത്. ഈ സമയം വീട്ടിനു മുന്നിലെ റോട്ടിൽ വെച്ചാണ് പ്രദീപ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിനു ശേഷം പ്രതികൾ കാറിൽ സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിശാഖിനെ വഞ്ചിയൂർ പോലീസ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലപ്പെട്ട വിശാഖും പ്രദീപും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. CPM പ്രവർത്തകനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് RSS പ്രവർത്തകൻ കൂടിയായ പ്രദീപ്. കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയ മുഖ്യപ്രതി പ്രദീപടക്കം 4 പേർ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് രാത്രിയോടെ പിടിയിലായി. ഷാഡോ പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാർ ഉള്ളൂർ പുലേനാർ കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. വാഹനങ്ങൾക്കുള്ളിൽ നിന്ന് 3 മദ്യക്കുപ്പികളും 3 ആയുധങ്ങളും കണ്ടെടുത്തു. കൊല നടന്ന സ്ഥലത്തെ CCTV ക്യാമറകൾ പ്രവർത്തനക്ഷമമല്ലെന്നാണ് വിവരം. നഗരമധ്യത്തിലെ ജനവാസ മേഖലയിൽ നടന്ന കൊലപാതകം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.